കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പലരും ശുശ്രൂഷ കഴിഞ്ഞ് ചോദിക്കുവാനിടയായി നാട്ടിലെവിടെയാണ്. കോട്ടയം ഐമനം അസംബ്ലിയിൽ നിന്നും കമൻ്റ് ചെയ്യപ്പെട്ട ഒരു സുവിശേഷകനാണ് ഞാൻ. ബോംബെയിൽ എവിടെയാണെന്ന് പലരും ചോദിക്കുകയുണ്ടായി. ബോംബെയിൽ പൂരൺ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ഗ്രാമം എന്ന് പറയാനാവില്ല, ഇപ്പോൾ ഒരു ചെറിയ ടൗണിൻ്റെ മട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് കർത്താവ് ഞങ്ങളെ അവിടെ പരിപാലിക്കുകയും ദൈവകൃപയാൽ ഇന്ന് അവിടെ ഒരു സഭയുണ്ട്. ആ സഭയുടെ സ്നേഹവന്ദനവും ഈ സമയത്ത് അറിയിക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ രണ്ടുപേരും ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഒരാൾ വിവാഹം കഴിച്ചു, ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയുടെ പേര് മേഴ്സി എന്നാണ്. അജോയ് ടി മാത്യു എന്ന് പറയുന്ന സുവിശേഷകൻ്റെ പെങ്ങളും കൂടെയാണ്. ചിലർക്കൊക്കെ അവരെ അറിയുമായിരിക്കും. അപ്പോൾ പരിചയപ്പെടുത്തൽ ആയി എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ കർത്താവിനെ എത്ര പരിചയപ്പെട്ടാലും പോരാ എന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുവാൻ, കർത്താവിനെ ശ്ലാഘിക്കുവാൻ, കർത്താവിനെ ആസ്വദിക്കുവാൻ, കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവത്തിന് ആഴമായ ഭക്തിയുടെ ഒരു ശക്തി ഏകുവാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. യോഹന്നാൻ 18-ാം അധ്യായത്തിൽ നാം ഗെത്സമനെ തോട്ടത്തിൽ കർത്താവിനോടൊപ്പം കഴിഞ്ഞ 2 സെഷനിലും നമ്മളായിരുന്നു. ഈ 3-ാമത്തെ സെഷനിലും നമ്മൾ അതേ തോട്ടത്തിലേക്ക് വരികയാണ്. കർത്താവിനെ നാം അവിടെ കാണുന്നു. അവൻ സകലതും അറിഞ്ഞ്, തനിക്ക് സംഭവിക്കുവാനുള്ളത് സകലതും അറിഞ്ഞ് മുന്നോട്ട് ചെല്ലുന്നതായി നാം കണ്ടു. അവിടെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ശ്രദ്ധിക്കുവാൻ ഇടയായി. ഇനിയും അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കിന്ന് രാത്രി ചിന്തിക്കുവാൻ കർത്താവ് ഇടയാകട്ടെ. ഈ കർത്താവിനെ നിങ്ങൾക്ക് കാണുവാൻ, ഗെത്സമനെ തോട്ടത്തിലെ കർത്താവിനെ അടുത്തൊന്ന് കാണുവാൻ, കണ്ണ് തുറന്നൊന്ന് കാണുവാൻ ഈ ശുശ്രൂഷകൾ മുഖാന്തരം ഇടയാകണം എന്നുള്ളതാണ് എൻ്റെയും പ്രാർത്ഥന. ശിഷ്യന്മാരെ സംരക്ഷിക്കുന്ന കർത്താവിനെ നാം ഇന്ന് രാവിലെ കണ്ടു. കർത്താവിൻ്റെ ആ നിപ്പ് ഒന്ന് നോക്കണം. ആയിരക്കണക്കിന് മനുഷ്യർ, പിശാച്, അശുദ്ധാത്മാക്കൾ, അന്ധകാരത്തിൻ്റെ മണിക്കൂർ, കർത്താവ് അവരുടെ മുമ്പിൽ ഒരു മല പോലെ നിൽക്കുകയാണ്. നിങ്ങൾ ആരെ തിരയുന്നു? കർത്താവിൻ്റെ പ്രശ്നം, കർത്താവിൻ്റെ കൺസേൺ, അവൻ്റെ ചിന്ത എന്ന് പറയുന്നത് പുറകിൽ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ശിഷ്യന്മാരാണ്. അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെയാകുന്നു അന്വേഷിക്കുന്നെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അതിന് മതിയായ മരുന്ന് കർത്താവിൻ്റെ ആ വാക്കിലുണ്ടായിരുന്നു, ഐ ആം, ഇല്ലേ? അപ്പോൾ അവരത് അനുസരിച്ച് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ആ പുറകിൽ നിന്ന ശിഷ്യന്മാർക്ക് ഉണ്ടായ അനുഭവം എന്തായിരിക്കും, ഇല്ലേ? ആ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ അവർ നിൽക്കുമ്പോൾ അവർ അനുഭവിച്ച സുരക്ഷിതത്വം എത്ര വലുതായിരിക്കും. ആ കർത്താവിൻ്റെ മറവിലാണ് നമുക്കിന്ന് ജീവിക്കേണ്ടത്. ഇന്ന് പലരും ഇൻഷുറൻസിൻ്റെയും ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെയും പിന്നെന്തുവാ സർട്ടിഫിക്കറ്റിൻ്റെയും ജോലിയുടെയും ഒക്കെ മറവിൽ, ഭർത്താവിൻ്റെയും കഴിവിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ മറവിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ മറവിൽ നിൽക്കുവാൻ നിർബന്ധിതമാകുന്ന ഒരു കാലത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പറയാനിടയായി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവകാശം തരുന്നത് കൊണ്ട് അല്ല നാം സുവിശേഷം പറയുന്നത്. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ലോകത്തിലെമ്പാടും പോയി സുവിശേഷം അറിയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സുവിശേഷം അറിയിക്കാൻ എന്തുമാത്രം അധികാരം വേണം, എന്തുമാത്രം അധികാരം വേണം. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരം ഉണ്ടെങ്കിലേ സുവിശേഷം പറയാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അനുവാദം കൂടെ വേണം. അതുള്ളത് നല്ലതാണ്, അത് വേണ്ടെന്നൊന്നും നമ്മൾ പറയത്തില്ല. പക്ഷേ അതിൻ്റെ പിൻബലത്തിൽ നമുക്ക് ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ ജീവിക്കുവാനാവില്ല. കാരണം വലിയ വലിയ ആൾക്കാർ പോലും ഇന്ന് ജയിലിൽ സുഖമായിട്ട് പോവുക. ഇന്ത്യയിലെ ബെസ്റ്റ് നമ്പർ 1 പവേഴ്സ്, അതോറിറ്റീസ്, അവരിന്ന് ജയിലിൽ പോവുക, ഇല്ലേ? അവർക്ക് യാതൊരു ഉറപ്പുമില്ല, അല്ലേ? നാളെ പിടിച്ചു നിൽക്കാൻ പോകും. ഞാൻ പേരൊന്നും എടുക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അതായത് ന്യായമായും നീതിയായും നമുക്ക്
ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവാണ് നമ്മുടെ കോട്ട, അവനാണ് നമ്മുടെ പരിച. ആ ബോധത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ശിഷ്യന്മാർ ഈ നിലയിൽ പുറകിൽ നിൽക്കുമ്പോൾ, പത്രോസിന് ഈ ആയിരക്കണക്കിന് മനുഷ്യർ നിൽക്കുമ്പോഴും ഇത്രയും ധൈര്യം ഉണ്ടായി അവൻ വാളെടുത്തു. എന്തായിരിക്കും കാരണം? ഞാൻ ചിന്തിക്കുന്നത്, കർത്താവ് എപ്പോഴും ഈ ശിഷ്യന്മാരെ അടക്കി നിർത്തുമായിരുന്നു. ഇന്ന് കർത്താവ് തന്നെ മുന്നോട്ട് ചെന്ന് ഇവരെ എല്ലാം താഴെ വിട്ടു. അപ്പം ശിഷ്യന്മാർക്കൊരു വിചാരം, ഇന്ന് നമുക്കൊന്ന് ഇല്ലേ? കാരണം എന്താ? കർത്താവ് ഇവരെ എല്ലാവരെയും താഴെ ഇട്ടു ഇല്ലേ? എന്നാൽ നമുക്ക് മനസ്സിലായി കർത്താവ് അത് ചെയ്തത് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇവരുള്ള സുരക്ഷിതത്വം കൂടി ഇല്ലാതാക്കുന്ന പരിപാടിയാണ് അവിടെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവ് 3 വട്ടം പ്രാർത്ഥിച്ചു, 3 വട്ടം ഇവരോടും വന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം ഇല്ലേ? അന്നേരം എല്ലാം കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? ആത്മാവ് ഒരുക്കമുള്ളത്, ജനമോ ബലഹീനം. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവര് 13-ാം അധ്യായത്തിൽ പെസഹായും ഒക്കെ കൊണ്ടാടി നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് ഇപ്പോൾ ഗത്സമന തോട്ടത്തിൽ നല്ല തണുപ്പുള്ള രാത്രിയിൽ വിശ്രമിക്കാനുള്ള നല്ല മൂടി നിൽക്കുക ഇല്ലേ? എന്തെങ്കിലും അപകടം ഇപ്പോൾ തോന്നുന്നുണ്ടോ? കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി, കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും അപകടം തോന്നുന്നുണ്ടോ? ഇപ്പം അവർക്ക് എന്തെങ്കിലും അപകടം തോന്നുന്നുണ്ടോ? എല്ലാം കാം ആൻഡ് ക്വയറ്റ്. പക്ഷെ കർത്താവ് കൂടെ വന്ന് ഇങ്ങനെ കർത്താവ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുക. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ ഉണർത്തി, നല്ല ഉറക്കം ഉണർത്തി, എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? അത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. അതിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? മാത്രമല്ല, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച ചില വന്നേ ഇപ്പോൾ 17-ാം അധ്യായം, ഇത് 18-ാം അധ്യായം. 17-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയും ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഇല്ലേ? ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. കർത്താവ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അത് കർത്താവിന് അറിയാം. ഇപ്പം നമുക്ക് ബൈബിൾ അറിയാവുന്നുണ്ട്, നമുക്ക് പറയാം. ശിഷ്യന്മാർക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, രാത്രി 1 മണി, 2 മണി, 3 മണി കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ? ഉണ്ടോ? എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള പ്രേരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലേ? ഉണ്ട്. അന്നേരം ചിന്തിച്ചിട്ടുണ്ട് എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാം പീസ്ഫുള്ളാണ് ഇല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. കർത്താവ് ഇത് ഇങ്ങനെ പറയുന്നത് പിശാചാകാൻ സാധ്യതയുണ്ടോ? പിശാച് എന്തായാലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയത്തില്ല, കുറെ കൂടെ ഉറങ്ങാനേ പറയത്തുള്ളൂ. അപ്പോൾ ദൈവം അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഗൗരവം എനിക്ക് അറിയത്തില്ലെങ്കിലും, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഭാവി എനിക്ക് അറിയത്തില്ലെങ്കിലും, ഞാൻ വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം. ബൈബിളിലെ ഏറ്റവും നമ്മൾ മുറുക്കെ പിടിക്കേണ്ട ഒരു പ്രാർത്ഥന അതിനറിയാവും. പരീക്ഷയിൽ ജയിക്കാൻ നമ്മൾ മിക്കവാറും മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പരീക്ഷയിൽ ജയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എന്തോ പറഞ്ഞത്? പരീക്ഷയിൽ പ്രവേശിക്കാതിരിക്കാൻ, കടപ്പാതിരിക്കാൻ. ഏതാ നല്ലത്? കടന്നിട്ട് ജയിക്കുന്നതാണോ അതോ കടക്കാതിരിക്കുന്നതാണോ? കടക്കാതിരിക്കുന്നതാണ്. അപ്പൊ കടക്കാതിരിക്കണമെങ്കിൽ പരീക്ഷ വന്നിട്ട് പ്രാർത്ഥിക്കണോ, പരീക്ഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കണോ? പരീക്ഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കണം. പരീക്ഷയ്ക്ക് മുമ്പുള്ളത് സമാധാന സമയമാണ്. യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോഴും നാം ഗൗരവമായി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. നാം കർത്താവ് ക്രൂശൻ ചുമന്നുകൊണ്ട് പോയപ്പോൾ യെരുശലേം സഹോദരിമാര് അവർ കർത്താവിനെ കണ്ട് കരയാനും സിമ്പത്തി കൊടുക്കാനൊക്കെ ഇടയായി. കർത്താവ് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. അന്നേരം അവരുടെ മക്കൾ ചിലപ്പം വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. അല്ലെ അവർ മക്കൾ നമ്മളെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ടുണ്ടാവും ഇല്ലേ? അവർ വിചാരിക്കും സാറല്ലേ അല്ലെങ്കിൽ കർത്താവല്ലേ ക്രൂശിൽ പോകുന്നത്, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അങ്ങനെയാണോ? അല്ല. പ്രിയമുള്ളവരെ, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഇന്നും ഇങ്ങനെ തന്നെ
നമ്മളോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അതിനെ നാം നിസ്സാരവൽക്കരിക്കുന്നു. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സുവിശേഷകർ, നമ്മുടെ മൂപ്പന്മാർ, നമ്മുടെ വിശ്വാസികൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ഇനി പലരും വിചാരം പരീക്ഷയിൽ അകപ്പെടുന്നത് കുഴപ്പമില്ല, പരീക്ഷയിൽ തോക്കാതിരുന്നാൽ മതി എന്നാണ്. എൻ്റെ വിചാരം കർത്താവ് പറഞ്ഞ പരീക്ഷയിൽ അകപ്പെടരുതെന്നാണ്. പരീക്ഷയിൽ അകപ്പെടുന്നതും തെറ്റാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിൻ്റെ പുറകിൽ നമുക്ക് അതായത് രക്ഷപ്പെടാൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഞാനൊരു കുടിയനാണെന്നിരിക്കട്ടെ, മുഴുക്കുടിയനായിരുന്നു, ഒത്തിരി കുടിക്കുന്ന മനുഷ്യനായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിശ്വാസത്തിൽ വന്നു. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, ഒരിക്കലും കുടിക്കാത്ത വ്യക്തിയാണ്. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുണ്ട്, ഒരിക്കലും കുടിക്കാത്ത വ്യക്തി. അല്ലെങ്കിൽ എൻ്റെ ഒരു മൂപ്പൻ എൻ്റെ കൂടെയുണ്ട്, ഒരിക്കലും കുടിക്കാത്തൊരു വ്യക്തി. ഞങ്ങൾ രണ്ടുപേരും ഒരു കടയിൽ ആഹാരം കഴിക്കാൻ പോയി. അപ്പോൾ അവിടെ ബാറും കൂടെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അപ്പുറത്ത് ബാറുണ്ട്. അപ്പോൾ അവിടുന്ന് മദ്യം എൻ്റെ മുന്നിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ഈ ഉപദേശിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും തോന്നുമോ ആ മദ്യം പോകുന്ന കണ്ട? ഇതെന്തുവാന്ന് പോലും അറിയത്തില്ല. ഞാൻ പലരോടും ചോദിച്ചു, ഈ ലഹരി ശരിക്കും എന്തുവാ? അല്ല, ലഹരി വരുമ്പം നിങ്ങൾക്ക് എന്തുവാ തോന്നുന്നത്? എൻ്റെ ജീവിതത്തിൽ ലഹരി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു പിടുത്തമില്ല, എന്തുവാ തോന്നുന്നത്. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, അവർക്കും പറഞ്ഞു തരാൻ അറിയത്തില്ല. കാരണം അവർ ലഹരിയിലായിരുന്നല്ലോ. എങ്ങനെ പറഞ്ഞു തരുന്നത്? ഓക്കെ. അപ്പോൾ എന്നാൽ ഒത്തിരി മദ്യപിച്ചിട്ടുള്ള ഇതിൻ്റെ ഗുണവും വിശേഷവും ഇതിൻ്റെ വിലയും ഒക്കെ അറിയാവുന്ന എൻ്റെ ഉള്ളിൽ എന്നാ പറ്റും? ഒരു വലുവിൻ്റെ കാരണം ആ അറിവ് എനിക്കുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണം. അതായത് പാപത്തിനുള്ള പ്രലോഭനം നമ്മളിൽ ഉണ്ടാകുന്നത് പാപത്തിനെ കുറിച്ചുള്ള അറിവ് കാരണമാണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. അല്ലേ? ഇത് തിന്നുന്ന നാളിൽ അത് ഏത് വൃക്ഷമാണ്? അറിവിൻ്റെ വൃക്ഷമാണ്. അപ്പോൾ പാപത്തിനും അറിവിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുന്നത്, നമ്മൾ പരീക്ഷയിൽ അകപ്പെടുന്നത് ഈ അറിവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ പിശാചിന് യാതൊരു താല്പര്യമില്ലായിരുന്നു. കാരണം എന്തോ വെച്ചാ പരീക്ഷിക്കേണ്ടിയേ? എനിക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ് വെച്ച് പരീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് മത്തായി 4:1 നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എന്താ? യേശുക്രിസ്തുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ കൊണ്ടുപോകുന്നത്. പിശാച് പിന്മാറി നിൽക്കുക. പിശാച് ആരെയും പരീക്ഷിക്കുന്ന കാര്യത്തിൽ പുറകോട്ട് നിൽക്കുമോ? നമ്മളോടൊക്കെ ബന്ധത്തിൽ ഇന്നാ വഴി എന്ന് പറഞ്ഞാൽ വരുന്നത്. എന്നാൽ കർത്താവിനുള്ള ബന്ധത്തിൽ പുറകോട്ടാണ് നിന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ബ്രദറെ, കർത്താവിനെ പരീക്ഷിച്ചില്ലേ? കർത്താവിനെ പരീക്ഷിച്ചു. കർത്താവ് പരീക്ഷയിൽ അകപ്പെട്ടോ? പ്രവേശിച്ചോ? എന്തു പറയുന്നു? പ്രവേശിച്ചില്ല. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രദർ പറഞ്ഞു അറിവില്ലെങ്കിൽ പാപത്തിന്റെ പ്രലോഭനം നമുക്ക് തരാനാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിശാചങ്ങനെ ഈ പ്രലോഭനം കൊടുത്ത് എന്തുവായിരുന്നു പ്രലോഭനം? നീ ദൈവപുത്രനെങ്കിൽ. കർത്താവിന് അറിയാവുന്നൊരു കാര്യം എന്തുവാ? ദൈവത്തെയാണ്, അല്ലെങ്കിൽ തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വം അറിയാവുന്നവനായിരുന്നവൻ. അപ്പോൾ ആ സമത്വത്തിലേക്ക് മടങ്ങി വരണം. നീ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു, നീ ദാസരൂപത്തിൽ വന്നിരിക്കുന്നു. നീ ദൈവപുത്രനെങ്കിൽ ദൈവപുത്രന് മാത്രം ചെയ്യുവാൻ കഴിയുന്നത് നീ ചെയ്യണം. അപ്പൊ ശരിയായ പരീക്ഷണം എന്തുവാ? നീ മറച്ചു വെച്ച ആ മഹത്വം നീ തിരിച്ച് എടുക്കണം. അതാണ് അവിടുത്തെ സാക്ഷാൽ പരീക്ഷണം. 3 പരീക്ഷണത്തിലും അതാണ് അവിടുത്തെ പോയിന്റ്. ദാറ്റ് യു ക്യാൻ ബിക്കം ഗോഡ്. ഞാൻ പറയുമ്പോൾ യു ക്യാൻ ബിക്കം ഗോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ദൈവം അല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പം ദൈവമാണ്, പക്ഷെ ദൈവത്തിൻ്റെ യാതൊരു ശക്തിയോ കഴിവോ ഉപയോഗിക്കാതെ പൂർണ്ണ ദാസരൂപത്തിൽ കർത്താവ് ജീവിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനാണ് പിശാച് ശ്രമിച്ചത്. അപ്പോൾ ആ പരീക്ഷയുടെ തലം തന്നെ എത്രയോ ഉയർന്ന തലമാണ്, ഇല്ലേ? അപ്പം നിങ്ങൾ പറയും, ബ്രദറെ, ഓക്കെ, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ആദമിനെ ഹവ്വയെ എങ്ങനെ പരീക്ഷിച്ചേ? അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് അവരെ പരീക്ഷിച്ചല്ലോ. പാപം ചെയ്ത് കഴിഞ്ഞുള്ളത് പോട്ടെ, പാപം ചെയ്യാൻ അവരെ പരീക്ഷിച്ചത് എങ്ങനെയാണ്? അവർ പാപം അറിഞ്ഞിട്ടില്ലല്ലോ. അവിടെ എന്തുവായിരുന്നു പരീക്ഷ? അവർക്ക് അറിയാവുന്ന ഏക കാര്യം വെച്ചുകൊണ്ടായിരുന്നു പരീക്ഷ. എന്തുവായിരുന്നു?
അതായത് ഇത് തിന്നുന്ന നാളിൽ നീ ആരെ പോലെ ആകും? അതവർക്ക് അറിയാമായിരുന്നു. അറിയാവുന്നത് വെച്ചുകൊണ്ട് മാത്രമേ പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാപത്തെ രുചിക്കാതിരുന്നാൽ ആ പ്രത്യേക പാപത്തിന് നമ്മളെ പരീക്ഷിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഇനി കാര്യമായിട്ടൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ചെറുപ്പക്കാരോട് ഞാനൊരു കാര്യം പറയാം. പുതിയ പാപങ്ങൾ രുചിക്കരുത്. രുചിച്ചാൽ പിന്നെ അത് നാളെ പരീക്ഷയ്ക്ക് അത് കാരണമാകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണല്ലോ യാക്കോബ് പറയുന്നത് ആഗ്രഹം ആ പ്രശ്നം ഇല്ലേ? മോഹം ഗർഭം ധരിച്ച് ഇല്ലേ പാപത്തെ പ്രസവിക്കും. അപ്പോൾ പാപം എന്താ പറയുന്നത്, അത് വളരും, എന്നിട്ട് മരണത്തെ പ്രസവിക്കും. അതുകൊണ്ട് ഈ മോഹം ഉണ്ടാകുന്നത് ഈ ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. എൻ്റെ മോന് കുഞ്ഞ് സ്കൂളിലായിരിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവന് ഗെയിംസ് ഇരുന്ന് കളിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നീ ഒത്തിരി സമയം ഇതിനു വേണ്ടി കളയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടല്ലോ ഈ ഗെയിംസിനോടുള്ളൊരു അഡിക്ഷൻ. ഞാൻ പറഞ്ഞു, നീ പപ്പയ്ക്കൊരു വാക്ക് തരണം, ഇനി പുതിയ ഗെയിംസ് ഒന്നും പഠിക്കത്തില്ല. പഴയ ഗെയിംസ് കുറച്ച് കഴിയുമ്പോൾ മടുക്കും, അതങ്ങ് നിർത്തും, പിന്നെ പുതിയ ഗെയിംസിലേക്ക് പോവും. ഇനി പുതിയ ഗെയിംസ് ഒന്നും പഠിക്കത്തില്ല, ഇപ്പോൾ പഠിച്ചത് പഠിച്ചു, ഇനി പുതിയ ഗെയിംസ് ഒന്നും പഠിക്കത്തില്ല. അപ്പം അവൻ എന്നെ ഇങ്ങനെ നോക്കി, എന്നുവെച്ചാൽ വാക്കൊന്നും തരികയില്ല, വാക്ക് തന്നാൽ തെറ്റിപ്പോയാൽ പാവമാവത്തില്ല, അതുകൊണ്ടായിരിക്കും വാക്കൊന്നും തന്നില്ല. അവനിങ്ങനെ കുറേ നേരം എന്നെ നോക്കി. അത് കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവനിരുന്ന് കളിക്കുന്നതാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ കളിക്കുകയാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ വാക്കറിയോ? പപ്പ പഴയ ഗെയിമാണ്, എന്നുവെച്ചാൽ പുതിയത് അല്ല എന്ന്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഡോണ്ട് ഗോ ഫോർ എ ന്യൂ ടേസ്റ്റ്. പാപത്തിൻ്റെ പുതിയ രുചി നാം അറിയാൻ പോകരുത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ബുദ്ധി കൊണ്ടാണ് നമ്മളിതൊക്കെ അറിയുന്നതെന്ന്. ആക്ച്വലി പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മളെല്ലാം അറിയുന്നത്. ഉദാഹരണത്തിന് ഉപ്പിൻ്റെ രുചി നാക്കേൽ തൊടാതെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെ പോട്ടെ, റോസാപ്പൂവിൻ്റെ മണം പറഞ്ഞു തരാം. സഹോദരിമാർക്കുണ്ടോ റോസാപ്പൂവിനെ കുറിച്ച് അറിയാം? റോസാപ്പൂവിൻ്റെ മണം പറഞ്ഞു തരാം. പറഞ്ഞു അല്ലെ പോട്ടെ, പാലിൻ്റെ നിറം ഒന്ന് പറഞ്ഞു തരാം. വെളുത്തതാന്ന് പറയും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? പൊള്ളുന്നത് എന്തുവാണെന്ന് ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാം പൊള്ളാതെ. ആ കുഞ്ഞ് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് പൊള്ളുമ്പോൾ അറിയുമോ. എന്താ കാര്യം? പൊള്ളാതെ അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു അന്ധന് പാല് വെളുത്തതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മാർഗവുമില്ല. നാക്കിൻ്റെ രുചി, ഉപ്പ് രുചിക്കാതെ ഉപ്പിൻ്റെ രുചി ആർക്കും പറഞ്ഞു കൊടുക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടെ ആ അറിവ് നമ്മുടെ ബുദ്ധിയിൽ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയിൽ നിന്നും പിന്നെ അനലൈസ് ചെയ്ത് പഠിക്കും. ഇപ്പം ഞാൻ പറയുകയാണ്, ഈ വെള്ളം കുടിച്ചിട്ട് ഇതിനകത്ത് ഉപ്പുണ്ടല്ലോ എന്ന് ഞാൻ പറയാതിരിക്കട്ടെ. ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. രുചിക്കാതെ എങ്ങനെ മനസ്സിലായി? ഉപ്പ് ഇതിനു മുമ്പ് നിങ്ങൾ രുചിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഊഹിക്കുകയാണ് ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുമാത്രം ഉപ്പ്, പക്ഷെ കൃത്യമായിട്ട് എത്ര ഉപ്പുണ്ടെന്ന് അറിയാമോ? അറിയത്തില്ല. അതായത് നമ്മുടെ ബുദ്ധിക്കകത്തുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം ഗസ് ചെയ്താണ് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണം നാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പോര് നടത്താൻ. It means the real war happens before the war. ഡിഫൻസിൽ ഒരു ചൊല്ലുണ്ട്, the more you bleed in peace, the more you sweat in peace, the less you bleed in war. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ കൂടുതൽ വിയർപ്പൊഴുക്കിയാൽ യുദ്ധത്തിൽ കുറച്ച് രക്തമൊഴുകയുള്ളൂ എന്നാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ വേണം നാം ഫൈറ്റ് ചെയ്യാൻ. ഇങ്ങനെ വേണം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ. വരും ദിവസങ്ങളിൽ പരീക്ഷയിൽ അകപ്പെടുന്നതാണ് ഇഷ്യൂ. ജയിച്ചോ തോറ്റോ എന്ന് ഇവിടെ ആരും ചോദിക്കുന്നില്ല. ഞാൻ പരീക്ഷയിൽ അകപ്പെടാൻ പാടില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? ദൈവവചനം പ്രാർത്ഥിക്കാൻ അനുവാദം തരുന്നുണ്ട്. ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? അകപ്പെടാതിരിപ്പാൻ, പ്രവേശിക്കാതിരിപ്പാൻ. ഇനി സ്വർഗസ്ഥനായ പിതാവെ പഠിപ്പിക്കുന്ന സമയത്തും കർത്താവ് അത് പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെയാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ റേറ്റിംഗ് വരേണ്ടത്.
പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചില്ല. ഇനി എന്തുമാത്രം വലിയ ശത്രുവാണ് വരാൻ പോകുന്നത്. സാക്ഷാൽ പിശാച് തന്നെ ഗെത്സമന തോട്ടത്തിൽ ഉണ്ട്, കൂടാതെ അശുദ്ധാത്മാക്കളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ എന്താ പറയുന്നത്, മാംസരക്തങ്ങളോടല്ല നമ്മുടെ യുദ്ധം, ഇല്ലേ? ഈ മാംസരക്തങ്ങളല്ലാത്ത ആത്മാക്കളോടുള്ള യുദ്ധത്തിൽ നമ്മുടെ പരിമിതി എപ്പോഴേലും ഓർത്തിട്ടുണ്ടോ? നമ്മുടെ പരിമിതി എപ്പോഴേലും ഓർത്തിട്ടുണ്ടോ? അശുദ്ധാത്മാവ് സുഖമായിട്ട് ഇങ്ങോട്ട് കയറി വന്ന് അകത്തോട്ട് കയറി വേണ്ടതൊക്കെ ചെയ്തു പുള്ളി അങ്ങ് പോകും. നമുക്ക് യെസും നോയും പറയാനില്ല, ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കൊട്ടുക പോലും ഇല്ല. നേരെ ഇടിച്ചു കയറി കാര്യം സാധിച്ച് പുള്ളി പോകും. അതെന്നാ ഒരു പരിപാടിയാണ്. ഞാൻ അതിന് പറയുന്ന വാക്ക് എന്നോട് ക്ഷമിക്കണം, കട്ടിയായി പോയെങ്കിൽ സ്പിരിച്വൽ റേപ്പ് എന്നാണ് ഞാൻ അതിന് പറയുന്നത്. സ്പിരിച്വൽ വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മാവ് 1, 2, 7,000, 3,000 എത്ര പേരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നിച്ച് എൻ്റെ ഈ ഹൃദയത്തിനകത്ത് എൻ്റെ അകത്ത് കയറി ഇഷ്ടമുള്ളത് ചെയ്തിട്ട് ഇഷ്ടമുള്ള സമയത്ത് എന്നോട് പോലും ചോദിക്കാതെ പോകും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസികളിൽ അശുദ്ധാത്മാക്കൾ കയറുകയില്ല എന്നുള്ള സത്യം നാം മനസ്സിൽ വെക്കണം. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, അശുദ്ധാത്മാക്കളുള്ള ബന്ധത്തിൽ നമുക്കൊരു ഫിസിക്കൽ വാറിന് പോയാൽ ഒരു വിധത്തിലും നമുക്ക് ജയിക്കാൻ ആവില്ല. അവിടെയാണ് പത്രോസ് വാളെടുത്തത്. പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. പിശാചിനെ ആരെങ്കിലും ബൈബിളിന്റെ റെക്കോർഡ് അനുസരിച്ച് പിശാചിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിശാച ആരിലെങ്കിലും കയറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ഇല്ലേ? നമുക്കെന്ത് മനസ്സിലായി? യൂദയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇനി എതിർ ക്രിസ്തുവിലും കൂടെ ആ നിലയിൽ അവൻ പ്രവേശിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അതേപോലെ തന്നെ പിശാചിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിശാചിനെ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കാണുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവം പിശാചിന് അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ല എന്ന് ചിന്തിക്കാം. ഞാൻ ചിന്തിക്കുന്നത് അവൻ്റെ വലിപ്പവും ശക്തി. ഈ ദൂതന്മാരെ തന്നെ യോഹന്നാൻ വെളിപ്പാടിൽ എത്ര വട്ടം ആരാധിക്കാൻ ശ്രമിച്ചെന്നറിയാം? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വട്ടം ആരാധിക്കാൻ ശ്രമിച്ചു. ദാനിയേൽ ഈ ദൂതന്റെ മുമ്പിൽ വീഴുവാൻ ശ്രമിച്ചു. അത്ര ഇംപ്രസീവാണ് ഈ ദൂതന്മാർ. അപ്പൊ ദൂതന്മാർ തന്നെ പറയുന്നുണ്ട്, നീ ദൈവത്തെ വേണം ആരാധിക്കാൻ, ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ ഉള്ളവരുടെ സേവകാത്മ. അത്രയ്ക്കും ഗ്ലോറിയസ് ആണ് ദൂതന്മാർ. അതുപോലെ ഒരാൾ തന്നെയായി പിശാചന്ത വളരെ വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ദൈവം അങ്ങനെയും മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, പരീക്ഷയിൽ പ്രവേശിക്കാതിരിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നീ എന്നോട് ഇത്ര സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു. പലരും സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെന്നറിയോ? എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പാണ്. അയ്യോ, എക്സാമിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് എത്ര നല്ലതായിരുന്നല്ലേ. എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന മുഴുവൻ നടത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഗൗരവമായി നമ്മുടെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യുവാനുള്ള സാധ്യതയെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ സഹോദരീ സഹോദരന്മാർ പ്രാർത്ഥനാ വീരന്മാരാകാൻ പോകുന്നത് ഇങ്ങനെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല, എന്നിട്ട് ഉറച്ച നിലവിളിയും കണ്ണുനീരുമായിരുന്നു അവൻ്റെ പ്രാർത്ഥന. കർത്താവിനെ പേഴ്സണലി ഈ പറയുന്ന ഒരു നീഡ്സും നമ്മളെപ്പോലെ വീട് വേണം, നാട് വേണം, കൂട് വേണം, അങ്ങനെയൊന്നും ഇല്ല, ഇല്ലേ? എന്നിട്ടും ഉറച്ച നിലവിളിയും പ്രാർത്ഥനയും. ഞാൻ പറഞ്ഞത്, ഈ ലെവലിൽ ഒരു പ്രെയർ തലം നമുക്ക് സ്വീകരിച്ചുകൂടായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാൻ പാടില്ല. എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയിരിക്കുന്നു, പാപം ചെയ്യാൻ പാടില്ല. പരീക്ഷയിൽ പ്രവേശിക്കാൻ പാടില്ല. ഇനി ഞാൻ തന്നെ പരീക്ഷയിൽ പ്രവേശിക്കുമ്പോൾ ആ വിഷയം ഗൗരവമായിട്ടെടുക്കുക. കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങ് പാപം ചെയ്യാതെ എന്നെ രക്ഷിച്ചു. പക്ഷേ ഞാൻ എന്തുകൊണ്ട് പരീക്ഷയിൽ പ്രവേശിക്കപ്പെടുന്നു? അവിടെയാണ് നമുക്ക് വിജയം വേണ്ടത്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, he knew no sin, he did no sin, and in him there was no sin. പരീക്ഷയിൽ അവൻ പ്രവേശിച്ചില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ആൾക്കാർ പറയാറുണ്ട് ഈ ടെംപ്റ്റേഷനെ കുറിച്ച്. അതായത് ഈ കാക്ക അല്ലെങ്കിൽ പക്ഷികൾ അവർ തലയ്ക്ക് മീതെ കൂടെ പറക്കുന്നത് നമുക്ക് തടയാനാവില്ല. പിന്നെ അത് കൂട് വെക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ തലയുടെ മേലിൽ കൂട് വെക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ആത്മീയമായി അതത്ര ശരിയല്ല. അവൻ തലയുടെ മീതെ കൂടെയും പറക്കാൻ പാടില്ല.
അപ്പോൾ ആ നിലയിൽ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ തന്നാൽ അതിനെ ഗൗരവമായിട്ട് എടുക്കണം. എനിക്കൊരു സുവിശേഷകനെ അറിയാം. അദ്ദേഹം പറയും, കർത്താവിനെ മിക്കവാറും രാത്രി എഴുന്നേൽപ്പിക്കും ബ്രദറെ. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എഴുന്നേൽപ്പിക്കും, അപ്പം അല്പം സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. ഇദ്ദേഹം അങ്ങനെയല്ല. പുള്ളി പറയുന്നത്, പ്രാർത്ഥിക്കാൻ ഞാൻ ഇരുന്നാൽ ഞാൻ മുഖവും കയ്യും കാലും കഴുകാതെ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. അപ്പം രാത്രി 2 മണിക്കും 3 മണിക്കും കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നതല്ല, പോയി മുഖം ഒന്ന് കഴുകി കയ്യും കാലും കഴുകി നല്ല വൃത്തിയായിട്ട് വന്നു നിൽക്കും. ദൈവസന്നിധിയിൽ തൃപ്തിയാകുവോളം പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വളരെ താഴ്മയോടെ ഈ കാര്യം അപേക്ഷിക്കുകയാണ്. നമ്മുടെ മക്കൾ തെറ്റിപ്പോകുന്നതിൻ്റെ റേഞ്ച് വിലപ്പിടുത്തമുണ്ടോ? അവർ കടന്നു പോകുന്ന പരീക്ഷയുടെ അളവിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവർ സഭയിൽ മൗനമായി ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അത്രത്തോളം വിഷമം, അത്രത്തോളം കുറ്റബോധം, അത്രത്തോളം പാപത്തിൻ്റെ ഉരസലുകൾ അവരുടെ ജീവിതത്തിനെ സ്കാർസ്, എന്താ വെച്ചാൽ ഈ ഒരയുമ്പം മുറിവിൻ്റെ പാടുകളുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ സുവിശേഷകർ എത്രയോ പരീക്ഷയിലൂടെ കടന്നു പോകുന്നതെന്നറിയാമോ? അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ മുറിക്കകത്തുള്ള നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞ് വീട്ടിലായിരിക്കുമ്പോഴും പരീക്ഷയിലൂടെ കടന്നു പോവുകയാണെന്ന് ഉറങ്ങുന്ന മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. കർത്താവ് ആ നിലയിൽ നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ പ്രാർത്ഥിച്ചില്ല. വരാൻ പോകുന്ന വലിയ അപകടം കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് എന്തായിരുന്നാലും ശക്തി പ്രാപിച്ച് അവരുടെ മുമ്പിൽ ഒരു മല പോലെ അവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അവിടെ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 18:9 വാക്യം. ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. ആരും നഷ്ടമായി പോയിട്ടില്ല. ഇത് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചു, ശാരീരികമായ സംരക്ഷണവും കൂടെ ആ പശ്ചാത്തലത്തിൽ അർത്ഥമുണ്ട് എന്നും കൂടെ നമ്മൾ ചിന്തിച്ചു. എന്നാൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 5:18 വായിക്കാം. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. എങ്ങനെയുണ്ടാ വാക്യം? ഇതിലേത് കാര്യമാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? 3 കാര്യം പറഞ്ഞു. 1, പാപം ചെയ്യുന്നില്ല. 2, തന്നെത്താൻ സൂക്ഷിക്കുന്നു. 3, പിശാച് അവനെ തൊടുന്നതുമില്ല. ശരിയോ തെറ്റോ? യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, എന്താ? പാപം ചെയ്യാത്തവൻ ആരുമില്ല, പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ദൈവത്തെ കള്ളനാക്കുന്നു, ഇല്ലേ? പിന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന അതേ യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ ഈ 18-ാം വാക്യത്തിൽ പറയുകയാണ് പിശാച് തൊടുന്നില്ല. എന്തുവാ അതിൻ്റെ അർത്ഥം? ഞാൻ അത് എടുത്തു പറയാൻ കാരണം, ഈ സംരക്ഷണത്തിന്റെ വേറെ ഒരു വലയം, വേറെ ഒരു വശം മനസ്സിലാക്കാൻ വേണ്ടി അത് എന്നെ വളരെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പിശാച് തൊടുന്നില്ല എന്ന്. ഇന്ന് ചെറുപ്പക്കാരോട് സംസാരിക്കാൻ ഇടയായ സമയത്ത് ഞാൻ പറഞ്ഞു, ഈ യഹൂദന്മാരുടെ ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, നമ്മൾ പുതിയ നിയമവിശ്വാസികൾ ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുകൂടാതെ യഹൂദന്മാർ, ഭക്തന്മാർ, യഹൂദ എഴുത്തുകാർ ബൈബിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഇൻ്റർപ്രിട്ടേഷനിൽ ഒരു രീതി ലിറ്ററൽ ആൻഡ് സമ്മേഷൻ അല്ലെങ്കിൽ സമ്മറൈസേഷൻ, മൊത്തത്തിൽ അവരൊരു വ്യാഖ്യാനം കൊണ്ടുവരും. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിചാരം. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രവചനം പഴയ നിയമത്തിൽ നമുക്ക് ആദ്യ പ്രവചനങ്ങളൊന്നാണ്, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും, പിന്നെ സർപ്പം എന്ത് ചെയ്യും? അവൻ്റെ കുതികാൽ തകർക്കും. അത് എവിടെ വെച്ചാൽ തകർത്തെ? അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. എന്നാൽ ക്രൂശിലെ ആ വലിയ പ്രവൃത്തിയുടെ ഒരു സമ്മറി, ഒരു കമന്റ്, ഒരു ഡിക്ലറേഷൻ, ഒരു റേറ്റിംഗ്, ഒരു സ്റ്റാർ റേറ്റിംഗ് നമ്മൾ പറയില്ലേ, 4 സ്റ്റാർ
എന്ന് പറയും, 3 സ്റ്റാർ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ ഒരു റേറ്റിംഗ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ, കർത്താവ് ക്രൂശിൽ ചെയ്ത പ്രവൃത്തി, കർത്താവ് ക്രൂശിൽ പിശാചിനോട് ചെയ്ത പ്രവൃത്തിയെ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം: തല തകർത്തു. പിശാചിന്റെ തല തകർത്തു. പിശാചിന് കർത്താവിനോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ കഴിഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് എങ്ങനെ പറയും? അത് ആ കാലൊന്ന് കടിച്ചു, അത്രേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, എൻ്റെ ദേഹത്തൊന്ന് തൊടാൻ പോലും നിനക്ക് പറ്റത്തില്ലെന്ന്. ആ ഒരു ഭാഷയാണ് അവിടെ നമ്മൾ കാണുന്നത്. അതേപോലെ ഒരു ഭാഷയാണ് യോഹന്നാൻ 5:18 പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ആ വാക്ക്, അതായത് തൊടുന്നതുമില്ല എന്ന് പറയുന്ന വാക്ക്, തൊടുന്നതുമില്ല എന്ന് പറയുന്ന വാക്ക് ഹാപ്റ്റോമെയി എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. ആ ഗ്രീക്ക് വാക്ക് യോഹന്നാൻ തന്നെ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആകെ 2 വട്ടമേ യോഹന്നാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ, ഈ ഹാപ്റ്റോമൈ എന്ന് പറഞ്ഞ വാക്ക്. ആ ഹാപ്റ്റോമൈ എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ പ്രയോഗം വന്നിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. ഒന്ന് വായിച്ചാൽ. അതിന് ഗുരുവെന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. കണ്ടോ, തുടരെന്ന് പറഞ്ഞ വാക്ക് വന്ന് കണ്ടോ. അവിടെ ഇപ്പം എൻ്റെ ബൈബിളിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്ക് തുടരുത് എന്ന് പറയുന്ന സ്ഥാനത്ത് വന്നിരിക്കുന്ന എഴുത്ത് ഇങ്ങനെയാണ്: ഡു നോട്ട് ക്ലിങ് ടു മീ, ഫോർ ഐ ഹാവ് നോട്ട് യെറ്റ് അസെൻഡഡ് ടു മൈ ഫാദർ. ഡു നോട്ട് ക്ലിങ് ടു മീ എന്ന് വെച്ചാൽ എന്നെ പിടിച്ചു വെക്കരുത്. കാരണം കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഈ ശിഷ്യന്മാരും കൂടെയുള്ളവരും പിടിച്ചു വെച്ചിരുന്നു, അവൻ്റെ കൂടെ നിന്നിരുന്നു, അവൻ്റെ കയ്യെ പിടിച്ചിരുന്നു, അവനെ വിടുകയല്ല എങ്ങോട്ടും, അവൻ്റെ ഒപ്പം നിൽക്കും, ഇല്ലേ? അപ്പം കർത്താവ് പറയാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, ഇനി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും. അതുകൊണ്ട് നേരത്തെ പോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തങ്ങാനൊന്നും പറ്റത്തില്ല. ഞാൻ വന്നും പോയി ഇരിക്കും. മാത്രമല്ല, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് വെച്ചാൽ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയി 2000 വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ യു ക്യാൻ ക്ലിങ്. അന്നേരം നിനക്ക് എന്നെ പിടിച്ചു നിർത്താം. അന്നേരം ഇതാ ദൈവം മനുഷ്യനോട് കൂടെ ഒരു കൂടാരത്തിൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് കിട്ടും. ചിലർ വിചാരിക്കുന്നതെന്നാ, ഇത് ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം മറിയ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്ക പോയിട്ടില്ല, നീ എന്നെ തൊടുവൊന്നും ചെയ്യരുത്, ഞാൻ അശുദ്ധമാവും, അതുകൊണ്ട് ഞാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടെ പിതാവിൻ്റെ അടുക്ക പോയിട്ട് തിരിച്ച് വന്നിട്ട് ശിഷ്യന്മാരെയൊക്കെ കണ്ടു. പിന്നെ 40 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് സ്വർഗ്ഗം. അങ്ങനെയാണോ? അങ്ങനെ ഞാനും ധരിച്ചിരുന്ന ഒരു സമയത്ത്. എന്നാൽ പതുക്കെ ഈ വിഷയങ്ങളിൽ ഒരു വെളിച്ചം ലഭിച്ചപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡു നോട്ട് ക്ലിങ് ടു മീ, ഡു നോട്ട് ടച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മറ്റൊരു അർത്ഥം, പാപത്തിന് എന്നെ ക്ലിങ് ചെയ്ത് വെക്കുവാൻ, എന്നെ ഹോൾഡ് ചെയ്ത് വെക്കുവാൻ കഴിയുകയില്ല. പാപത്തിൽ നിന്നും ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഒന്ന് തൊടത്തില്ലെന്നല്ല അർത്ഥം, എന്നെ പിടിച്ചു നിർത്തുന്ന വിധത്തിൽ പാപത്തിന് എൻ്റെ മേൽ അവകാശമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിശ്വാസിയും പൂർണ്ണ സമ്മതത്തോടെയല്ല പാപം ചെയ്യുന്നത്. അവനെപ്പോഴും കുറ്റബോധത്തോടും എപ്പോഴും മാനസിക സമ്മർദ്ദത്തോടും ഇത് വേണ്ടായിരുന്നു എന്നുള്ള പൗലോസ് തന്നെ പറഞ്ഞോളൂ, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ. അതാണ് അവസ്ഥ. നമ്മളത് മനസ്സിലാക്കണം. ഒരിക്കലും നാം പിശാചിന്റെ പക്ഷക്കാരല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തിനും മനുഷ്യനും പിശാചിനും അറിയാം. ശ്രദ്ധിക്കണം, ദൈവത്തിനും മനുഷ്യനും പിശാചിനും അറിയാം. ദൈവത്തിന് ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ കണ്ണെപ്പോഴും എങ്ങോട്ടായിരുന്നു? തിരിച്ച് മിസ്രൈമിൽ പോകാനാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എനിക്ക് അവരിൽ ഒരിക്കലും പ്രസാദമില്ലായിരുന്നു, കാരണം അവരെൻ്റേതല്ലെന്ന് എനിക്കറിയാം. ഇതിൻ്റെ എല്ലാം കണ്ണു പുറകിലാണ്, ഇല്ലേ? അതുകൊണ്ട് അവരെയൊക്കെ ഞാൻ എന്ത് ചെയ്തു? മരുഭൂമിയിൽ കുഴിച്ചിട്ടു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന് അറിയാം ഇത് എൻ്റേതല്ലെന്ന്. പിന്നെ അടുത്ത തലമുറയാണ് ദൈവത്തിൻ്റേത് ആകുന്നത്. അതേപോലെയാണ് നമ്മൾ വിശ്വാസികളും. നാം പാപം ചെയ്യുന്നുവെങ്കിലും നമ്മുടെ ആരോടാ? ദൈവത്തോടാണ്. അതുകൊണ്ട് ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നതിനെ കുറിച്ച് പിന്നെ പൗലോസ് പറയുകയാണ്, ആക്ച്വലി അത് ഞാനല്ല, എൻ്റെ ഉള്ളിലുള്ള പ്രമാണമാണ്, പാപത്തിൻ്റെ പ്രമാണമാണത് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഞാൻ അതിനെതിരാണ്. മനസ്സിലാകുന്നുണ്ടോ? അതേ നിലയിലാണിത്. ഇത് പിശാചിനും അറിയാം. നമ്മൾ പാപം ചെയ്യുമ്പോൾ പിശാചിനറിയാം, ഇവൻ എൻ്റെ അപ്പം തിന്നാൻ വന്നിരിക്കുക, പക്ഷേ ഇവൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അപ്പം തിന്നാൻ വന്നിരിക്കുന്നത് ഞാൻ എന്തിനാ പറഞ്ഞേ? യേശുക്രിസ്തു എന്തോ പറഞ്ഞേ?
നിങ്ങൾ എന്നെ അല്ല അന്വേഷിച്ചത്, എൻ്റെ അപ്പത്തെയാണ് അന്വേഷിച്ചത്. അതേപോലെയാണ് നമ്മളൊന്നും പിശാചിനറിയാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതറിയാൻ മേലാത്ത ഒരു കൂട്ടരേ ഉള്ളൂ. ആ 18-ാം അധ്യായത്തിന് തന്നെ 19 വായിക്കാവോ? ഞാൻ പറഞ്ഞ അതായത് 1 യോഹന്നാൻ 5:19 വായിക്കാം. നമ്മൾ 18 നേരത്തെ വായിച്ചു. നാം ദൈവത്തിന് ഉള്ളവരെന്ന അതാണ് നമ്മുടെ അറിവ്. ഞാൻ ആരുടെ വകയാണ്? ഞാൻ പാപമൊക്കെ ചെയ്യും, എനിക്ക് കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആരുടെ വകയാന്ന് എനിക്കറിയാം. ഞാൻ ആരുടെയാ? ഞാൻ ദൈവത്തിൻ്റെയാ. പിന്നെ അടുത്തത് കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ കയ്യിൽ അങ്ങ് മലന്നങ്ങ് കിടക്കുക. അവനറിയാമല്ലോ കേട്ടോ, അവനറിയാമല്ല. പക്ഷെ പിശാചിനറിയാം എനിക്കുള്ളവരാരാന്ന്. ദൈവത്തിന് തനിക്കുള്ളത് ആരാന്നറിയാം. ഹി ഈസ് വൺ അമംഗ് us, ഹി ഈസ് നോട്ട് വൺ അമംഗ് us. ആരെൻ്റെ കൂടെ എനിക്കുള്ളവരാണെന്നും ആരെനിക്കുള്ളവരല്ലെന്നും കർത്താവിനറിയാം. എല്ലാവരുടെയും കാല് കഴുകിയ സമയത്തും കർത്താവ് അത് പറഞ്ഞു ഇല്ലേ? എല്ലാവരും ശുദ്ധരാകുന്നു, എന്നാൽ എല്ലാവരും അല്ല താനും ഇല്ലേ? ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, നമ്മളെ പിശാചിന് ഒരിക്കലും മുഴുവനും കിട്ടത്തില്ല. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, വാസ്തവത്തിൽ നമ്മെ പിടിച്ചു നിർത്തുവാൻ ഒരിക്കലും പിശാചിന് സാധിക്കത്തില്ല. മരണത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികളിൽ അങ്ങനെ പറയുന്നുണ്ട്. കർത്താവിനുള്ള ബന്ധത്തിൽ എങ്ങനെ പറയുന്നേ? മരണത്തിന് അവനെ പിടിച്ചു നിർത്തുവാൻ അസാധ്യം. ഇത് നമുക്ക് എഴുതി തന്നിരിക്കുന്ന വിക്ടറിയാണ്. അതുകൊണ്ട് വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. നാം റോമക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ കോൺക്രേഴ്സ്. അതായത് സാധാരണ വിജയമല്ല നമ്മുടെ വിജയം. നമ്മുടെ വിജയം ഡിക്ലെയർ കഴിഞ്ഞ, യുദ്ധം കഴിഞ്ഞ ഒരു യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. ചിലരുണ്ടല്ലോ പാമ്പ് ചത്ത് കഴിഞ്ഞിട്ടും കൊണ്ട് ആഞ്ഞടിക്കുന്നത്. അത് അറിയാം അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് ചത്ത് കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ നല്ല ധൈര്യം, അതിനു മുമ്പ് ധൈര്യമില്ല. എന്ന് പറഞ്ഞ പോലെ കനാൻ നാട് ഇവർക്ക് വീതിച്ച് കൊടുത്തതിന് ശേഷമാണ് പറയുന്നത്, നിങ്ങൾ കനാൻ നാട് എന്ത് ചെയ്യണം? പിടിച്ചടക്കണം എന്ന് പറഞ്ഞ പോലെ യുദ്ധം തീർന്നു, പിശാചിനെ തോൽപ്പിച്ച് കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് എന്തുവാ? നീ യുദ്ധം ചെയ്തോളാൻ ഇല്ലേ? യോശുവ ചെയ്യുന്നുണ്ട്. യോശുവ 5 രാജാക്കന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട്, അവരെ പിടിച്ചുകൊണ്ട് വന്നു, അവർ തോറ്റു, അവരെ അങ്ങോട്ട് കിടത്തി, നിലത്ത് കിടത്തി. എന്നിട്ട് ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെ വിളിപ്പിച്ചു. മൂപ്പന്മാരെ വിളിപ്പിച്ചിട്ട് എന്തോ പറഞ്ഞു? നിങ്ങളുടെ കാല് ഇവരുടെ കഴുത്തിൻ്റെ മേലെ വെക്കാൻ പറഞ്ഞു. പിശാചിനെ കിടത്തി ഇരുത്തിയിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. നമ്മൾ ആ കാല് വെക്കാനുള്ള മടിയായി കാണുന്ന മുഴുവൻ. അതായത് ബൈബിളിൽ പറഞ്ഞത് റെസിസ്റ്റ് ആൻഡ് ദ ഡെവിൾ വിൽ ഫ്ലീ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എതിർത്ത് നിന്നാൽ പിശാച് നിന്റെ അടുക്കൽ നിന്നും ഓടിപ്പോകുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എങ്ങാണോ ഒന്ന് എതിർത്താൽ അവൻ അന്നേരം സ്ഥലം കാലിയാക്കും. അവന് നിന്നെ ഒന്ന് വരട്ടിയൊക്കെ നോക്കും. നീ തിരിഞ്ഞെങ്ങാണോ നിന്നാൽ പിന്നെ അവൻ അവിടെയും നിൽക്കത്തില്ല. മൃഗങ്ങളുടെ ഒരു പ്രത്യേകത അറിയാമോ? ചീറ്റ, സിംഹം, ടൈഗർ ഇതൊന്നും നേരെ അറ്റാക്ക് ചെയ്യത്തില്ല, എപ്പോഴും പുറകിലൂടെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ആദിവാസികൾ അവരൊരു മാസ്ക് പോലെ, മുഖം മൂടി പോലെ മാസ്ക് പോലെ ഒരു എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് തലയുടെ പുറകിൽ വെച്ചിട്ടാണ് ഈ വനത്തിലൂടെ പോകുന്നത്. അപ്പം ഈ സിംഹമോ പുലിയോ ഇങ്ങനെ പാത്ത് നിന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ ആളിങ്ങനെ മുമ്പോട്ട് പോകാണ്, മുഖം ഇവിടെയുണ്ട്. അപ്പം പുറകിലോട് വരുമ്പോഴത്തേക്ക് ഇവർ നോക്കുമ്പോൾ ഷടാ മുഖം ഇവിടെയുണ്ട്, പിന്നെ അത് അപ്പുറത്ത് പോകും, പിന്നെ അത് ഇപ്പുറത്ത് വരും. ഇങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇല്ല പ്രത്യേക പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയുന്നത്, അത് കള്ളമാണ്. അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് മടങ്ങി ഈ ഭാഗത്തേക്ക് വരാം. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, കർത്താവിൻ്റെ നിഴലിൻ്റെ പുറകിൽ ശിഷ്യന്മാർ നിൽക്കുകയാണ്. ഞാനൊരു സംശയം നമ്മളിത് പറയുമ്പോൾ ഉണ്ടാകുമെന്നും ആ ഭാഗം ചിന്തിക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം യാക്കോബ് 1:17 ഒന്ന് വായിച്ചാട്ടെ. യാക്കോബ് എല്ലാം നല്ലതാണ്, തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചമുള്ള പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ, ശ്രദ്ധിക്കണം, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എന്തുവാ ഈ ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലെന്ന് പറഞ്ഞാൽ?
എനിക്ക് മലയാളം അത്ര അങ്ങോട്ട് പിടുത്തമില്ല. ഗതിഭേദത്താൽ അതെന്നാ ഗതിയാ ഒരു പിടിയില്ലേ? എനിക്ക് വേണ്ടി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ മലയാളം ട്രാൻസ്ലേഷനോ ചെയ്യുന്നവർ ചില സമയത്ത് ഈ വാക്യം ഞാൻ പറയുമ്പോൾ അവരും അങ്ങ് സ്റ്റക്കാവും. ഗതിഭേദത്താൽ ആച്ഛാദനമില്ല, എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിലോട്ട് ഇല്ലേ? ഇനി ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാലും അവർക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ഹിം ദെർ ഇസ് നോ ഷാഡോ ഓഫ് ടേണിംഗ് എന്നാണ്. കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയല്ല. അതിനെ എങ്ങനെ മലയാളത്തിലോട്ട് പറയുന്നത്? സി, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. മലയാളത്തിൻ്റെ അർത്ഥമല്ല ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിൻ്റെ അർത്ഥം പറയാം. ഇൻ ഹിം ദെർ ഇസ് നോ ഷാഡോ ഓഫ് ടേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിൽ നിഴല് പോലും അനങ്ങത്തില്ല, അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ നിഴല് പോലും ഇല്ലാത്തവനാണ് ദൈവം. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇങ്ങനെ പറയട്ടെ, ഞാനിങ്ങോട്ട് വന്നപ്പോൾ നേതൻ എന്നോട് പറയുമായിരുന്നു, പണ്ട് അങ്കിളെ ഇവിടെയൊക്കെ മരങ്ങളുണ്ടായിരുന്നു, ഇപ്പം മരമൊക്കെ വെട്ടി ഞങ്ങളിങ്ങനെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുക. അപ്പം മരമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പാർക്കിങ്ങിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ആരാധനയ്ക്ക് വരുമ്പം മരത്തിൻ്റെ കീഴെ പോയി പാർക്ക് ചെയ്യും. കാരണം എന്താ, നല്ല തണലുണ്ട് അല്ലേ? ആരാധനയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ചെല്ലുമ്പം മരവും ഉണ്ട് അവിടെ, പിന്നെ കാറും ഉണ്ട് അവിടെ, പക്ഷെ നിഴല് ഇല്ല. ആള് നീങ്ങിയില്ലേലും നിഴല് നീങ്ങും. മരം നീങ്ങിയില്ലേലും നിഴല് നീങ്ങും. എന്നാൽ ദൈവത്തിൽ നിഴല് പോലും മാറുകയാണ്. മാറ്റത്തിൻ്റെ നിഴലാട്ടം പോലും ഇല്ലാത്ത വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ. അതായത് ഇവർ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മറവിൽ നിൽക്കുകയാണ്. പിശാചുക്കളും ആയിരക്കണക്കിന് മനുഷ്യരും കർത്താവിനെയും ശിഷ്യന്മാരെയും പിടിക്കാൻ വന്നിരിക്കുക. എന്നാൽ കർത്താവ് അവിടെ നിൽക്കുമ്പോൾ അവരനുഭവിക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെ ആഴം ഒന്ന് പറയാൻ ഞാൻ ഈ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൽ ആ ഒരു മാറ്റം പോലും ഇല്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിൽ വരുന്നൊരു സംശയമാണ്. എന്താ? കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമെന്ന് നീ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതൊരു വല്ലാത്ത വാക്യമല്ലേ? ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചേക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, ഒന്നല്ലല്ലോ, 14-ാം അധ്യായം, അതിൻ്റെ 36. ആ വാക്ക് ശ്രദ്ധിക്കണം. നിനക്ക് എല്ലാം കഴിയും. പിന്നെ അപ്പൊ ഈ പാനപാത്രം ഏതാ? നമുക്ക് ന്യായമായി ആദ്യം ചിന്തിക്കാൻ കഴിയുന്നത് ക്രൂശാണ്. പക്ഷെങ്കിൽ ഇത് നീക്കാൻ കഴിയുന്ന പാനപാത്രമാണോ? അതാ ചോദ്യം. രക്തം ചൊരിയാതെ പാപത്തിന് വിമോചനം ഇല്ല. രക്തം ചൊരിയാതെ ഏതെങ്കിലും വിധത്തിൽ പറ്റുമോ പാപമോചനം? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കഴിയുന്ന പാനപാത്രമല്ലല്ലോ, നീക്കാൻ കഴിയുന്ന പാനപാത്രമല്ല. അപ്പോൾ ക്രൂശ് അല്ല ഇവിടുത്തെ പാനപാത്രം. മരണം നീക്കണമെന്ന അല്ല ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് മാത്രമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ദൈവത്തിന് മാത്രമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അതാദ്യം നമുക്ക് നോക്കാം. ദൈവത്തിന് മാത്രമുള്ള പ്രശ്നം, യേശുക്രിസ്തുവിന് മാത്രമുള്ള പ്രശ്നം. മർക്കോസ് 14:41 വായിച്ചു. മർക്കോസ് 14:41. അവൻ മൂന്നാമത് വന്ന് അവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, മതി, നാഴിക വന്നു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ പ്രശ്നം മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുമെന്നല്ല, മനുഷ്യൻ എന്നെ കൊല്ലുമെന്നല്ല. പിന്നെന്താ? ആ മനുഷ്യർ പാപികളാണെന്നുള്ള പ്രശ്നം. കാരണം പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ. ദൈവവചനം പറയുന്നത് പാപം കണ്ടുകൂടാതെ വണ്ണം. ഒന്ന് വായിച്ചേ, ഹബക്കൂക്ക് 1:13 ഒന്ന് വായിച്ചു. ഹബക്കൂക്ക് 1:13. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവൻ. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവൻ. ഈ ദൈവം ആരാ? ഞാൻ ചോദിച്ചോട്ടെ. പുറപ്പാട് 19, നമ്മൾ ആ ഭാഗം എടുക്കുന്നില്ല. പുറപ്പാട് 19-ാം അധ്യായത്തിൽ ഞാൻ മലയുടെ മുകളിൽ നിനക്ക് പ്രത്യക്ഷമാകും,
അങ്ങനെ ഇസ്രായേൽ ജനം മുഴുവനും ഞാൻ നിനക്ക് പ്രത്യക്ഷമാകുന്നത് കാണും. അങ്ങനെ അവർ നിന്നെ ഭയപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് അവരോട് തന്നെത്താൻ ശുദ്ധീകരിക്കാൻ പറയണം. അത് കഴിഞ്ഞിട്ട് മലയ്ക്ക് ചുറ്റും എന്ത് ചെയ്യണം? വേലി കെട്ടണം. എന്നിട്ട് മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ മലയിൽ തൊടരുത്. ഞാൻ ചോദിച്ചോട്ടെ, അത് മോശ ചോദിക്കാതിരിക്കട്ടെ, കർത്താവേ, അങ്ങ് സർവശക്തനായ അങ്ങ് മലയുടെ ഏറ്റവും മുകളിൽ, ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് പഹാഡ് കെ ചോട്ടിമേന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ കുടുന്തയിലാണ് നീ പ്രത്യക്ഷപ്പെടുന്നത്. മലയുടെ കീഴെ പോലും ഒരു മൃഗം വന്ന് തൊടാൻ പാടില്ല. അറ്റ മൃഗം വന്ന് മലയുടെ കീഴെ തൊട്ടാൽ മുകളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന നിനക്ക് എന്നാ പറ്റും? എത്ര വട്ടം മോശയെ പറഞ്ഞു വിട്ടെന്നറിയാവോ ഈ വാൺ ചെയ്യാൻ ഇവരെ? ഇതിൻ്റെ മേളിൽ കയറുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. എത്ര വട്ടം പറഞ്ഞു വിട്ടെന്നറിയാവോ? ഊഹിച്ചെന്ന് പറയാവോ? ഈ മല മുഴുവനും കയറി ഏറ്റവും മേളിൽ കയറി ദൈവത്തോട് സംസാരിക്കും, വീണ്ടും തിരിച്ചു പോകും, വീണ്ടും സംസാരിക്കും, വീണ്ടും തിരിച്ചു പോകും. ഇത് ഏതാണ്ട് 4 വട്ടം ചെയ്തു. 4ാമത്തെ വട്ടം ആയപ്പോഴത്തേക്ക് മോശ മടുത്തു. ഒന്നാമത് 120 വയസ്സുള്ള മനുഷ്യനാണ്. അവസാനത്തെ പ്രാവശ്യം പറഞ്ഞപ്പം മോശ പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങൾക്ക് ആവശ്യത്തിന് വാർണിംഗ് തന്നു. ഞാനാണെങ്കിൽ അവരോട് ചെന്ന് പറയുകയും ചെയ്തു, ചുറ്റും വേലിയും കെട്ടിയിട്ടുണ്ട്, അവരിനി വരികയില്ല. പിന്നെ ദൈവം വാസ്തവത്തിൽ കോപിച്ചു, ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. എന്നിട്ട് മോശയ്ക്ക് പിന്നെയും പോകേണ്ടി വന്നു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം എഴുതിയിട്ടുണ്ടോ? ഒന്ന് ആ ഭാഗം എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഒന്നല്ല എടുത്തേക്കാം. പുറപ്പാട് 19. പുറപ്പാട് 19 ആ അവസാന ഭാഗം മാത്രം ഞാൻ എടുക്കുകയാണ്. ഓക്കെ, 21 വായിച്ചാട്ടെ. യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിക്കാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക. ഓക്കെ, അപ്പം മോശയുടെ ഉത്തരം 23. മോശ യഹോവയോട്, ജനത്തിന് സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല, പർവ്വതത്തിന് അതിർ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഇറങ്ങിപ്പോകാം, നീ അഹരോനും. ആ ഭാഷ, ആ ടോൺ മനസ്സിലാക്കണം നമ്മൾ. അവിടെയാണ് ഈ ടോണിന്റെ ആവശ്യം. ഇറങ്ങിപ്പോകാൻ എങ്ങനെയായിരിക്കും പറഞ്ഞത്? ഇംഗ്ലീഷിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അപ്പോസ്ട്രഫി ഇട്ടിട്ട് എക്സ്ക്ലമേഷൻ കൂടി ഇട്ടിരിക്കുക. എന്നിട്ട് ആ വാക്ക് ഇങ്ങനെയാണ്, then the Lord said to him, away, get down and then come up. ആ വാക്ക് അതിൻ്റെ ആ ടോൺ മനസ്സിലാക്കണം. away എക്സ്ക്ലമേഷൻ മാർക്കും കുത്തുവിട്ടിരിക്കുക. എന്നിട്ട് പറയുകയാണ്, go down and then come up. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, ഒന്നുകൂടെ അമർച്ചയായി കൽപ്പിക്കണം. ഈ ദൈവം, അതിപരിശുദ്ധനായ ദൈവം, ആ ദൈവത്തിൻ്റെ മാത്രമുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം. എന്ത് പ്രശ്നം? പാപിയുടെ സാന്നിധ്യം. ആ ദൈവം തന്നെയാണോ യേശു ക്രിസ്തു? അതെ, ആ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ ഉള്ള എല്ലാ പ്രത്യക്ഷതകളും പഴയ നിയമത്തിലെ എല്ലാ പ്രത്യക്ഷതകളും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകളാണ്. അപ്പോൾ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ഇങ്ങനെയാണ് അവർക്ക് താക്കീത് കൊടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ കർത്താവ് പറയാണ്, ഇതാ മനുഷ്യപുത്രൻ മനുഷ്യന്റെ കയ്യിലല്ല, ഭക്തന്മാരായ കുറവും കുറ്റവും പാപവും ഒക്കെ ഉള്ളവരാ, എന്നാൽ ഭക്തന്മാരായ മനുഷ്യരുടെ കയ്യിലല്ല, പിന്നെ എങ്ങനെയുള്ളവരുടെ കയ്യിലാണ്? പാപികളുടെ കയ്യിൽ. ബ്ലാസ്ഫമി ചെയ്യുന്ന, ദൈവദൂഷണം പറയുന്ന, ദൈവത്തോട് തന്നെ നേരിട്ട് ദൈവദൂഷണം പറയുന്ന, ന്യായത്തെ മറിച്ച് കളയുന്ന. യാഗത്തിന് കൊണ്ടുവരുന്ന കുഞ്ഞാട് എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് അറിയാം? ഇപ്പൊ പെസഹ കുഞ്ഞാടിനെ എങ്ങനെ കൊണ്ടുവരുന്നറിയാം? ഈ മർത്തോമയിലൊക്കെ ഉണ്ട്, ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എന്തുവാ പറയുന്നത്, നേർച്ചക്കോഴി, നേർച്ചയാടുന്ന കോഴി അല്ലേ? ഇന്നായിരുന്നോ എന്തുവായിരുന്നു ഓപ്ഷൻ ചെയ്തത്? കൂവപ്പൊടി ഇല്ലേ? അപ്പം നേർച്ചക്കോഴിയുടെ പ്രത്യേകത അറിയാവോ? പണ്ടൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. നേർച്ചക്കോഴി എങ്ങനെയാണ് വളർത്തുന്നത്? എല്ലാ കോഴിക്കും തീറ്റ കൊടുക്കും,
നേർച്ചക്കോഴിക്ക് സ്പെഷ്യൽ കൊടുക്കും. ഇത് ഈ നേർച്ചക്കോഴിക്ക് അറിയാം. ഏതാ ഞാൻ നേർച്ചക്കോഴി ആണെന്നുള്ള കാര്യം നേർച്ചക്കോഴിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് എപ്പോഴും ഈ അമ്മാമ്മ അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മാമ്മ എന്ത് ചെയ്യും, ഇച്ചിരി എക്സ്ട്രാ അരി തരുന്നുണ്ടെന്നുള്ള കാര്യം. എല്ലാവരും പോകുമ്പോൾ ഇവൻ പോകത്തില്ല, ഇവനൊരു എക്സ്ട്രാ അരി കൊടുക്കും. കാരണം എന്താ, ഇത് ഡിസംബർ മാസം അല്ലെങ്കിൽ നേർച്ചയായിട്ട് നമുക്ക് പള്ളിയിൽ കൊടുക്കേണ്ടതാ. അന്നേരം പള്ളിയിൽ ഓപ്ഷൻ. അപ്പം നേർച്ചക്കോഴിക്കും നേർച്ച ആടിനും ഒക്കെ പ്രത്യേക ആരോഗ്യവും കൊഴുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ച സമയത്ത് ഈ പഴയ നിയമം അറിയാവുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇങ്ങനെയുള്ള ആടിനെ പെറ്റ് ആനിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 ആട് 1000 ആടുണ്ടെങ്കിൽ അതിൽ പെറ്റിന് എന്തോ പറയുന്നത്, ഏറ്റവും ഓമനിച്ച് വളർത്തുന്ന ആടായിരിക്കും നേർച്ചക്കുള്ള ആട്. ഇങ്ങനെയാ പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടത്. ഇനി അതുകൂടാതെ ദേവാലയത്തിൻ്റെ പെസഹയുടെ സമയം അടുക്കുമ്പോൾ 14 ദിവസം ഇതിനെ സൂക്ഷിക്കണമെന്നാണ്. കാരണം ഒരു ഊനവും വരാൻ പാടില്ല, അല്ലേ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കല്യാണ ചെറുക്കനെയും കല്യാണ പെണ്ണിനെയും അങ്ങനെ ചുമ്മാതെ കറങ്ങി നടക്കാൻ പറ്റത്തില്ല. കല്യാണം കഴിക്കേണ്ട, നീ വീട്ടിലെങ്ങാനും അടങ്ങിയിരിക്കും. കാരണം ഒരു ചെറിയ പോറൽ പോലും പറ്റാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ആടിനെ സൂക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ ഭക്തൻ ഈ ആടിനെ കൊണ്ട് ചെല്ലുമ്പോൾ, അതായത് ആ ആടിനെ ചെവിയെ പിടിച്ച് വലിച്ച് ആണോ കൊണ്ടുപോകുന്നത്? അതോ മുഖത്ത് അടിച്ച് തുപ്പി താടി പിടിച്ച് പറിച്ച് പിന്നെ ചാട്ടവാറം കൊണ്ട് അടിച്ച് പിന്നെ ഒരു കോലമാക്കിയാണോ കൊണ്ടുപോകുന്നത്? ആ ദൈവദൂഷണം പറഞ്ഞ് അങ്ങനെയാണോ? ഇത് ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന കാര്യമാണോ? ഇത് ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന കാര്യം അല്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിനക്കിത് മാറ്റാൻ, ഈ ക്രൂശിൽ, ഈ യാഗത്തിൽ മാറ്റുവാൻ കഴിയുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ക്രൂരതയല്ല പ്രശ്നം. ക്രൂരതയെക്കാട്ടിലും ഉപരിയായി പാപികളുടെ കയ്യിൽ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ ഗൗരവം ഞാൻ ഇനി പറയാൻ പോവുകയാണ്. നമ്മൾ 14:41 വായിച്ചു, ഇല്ലേ? മർക്കോസ് 14:41 വായിച്ചു. ഇനി വായിച്ചാട്ടെ ലൂക്കോസ് 24:7. അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മനുഷ്യപുത്രനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ച? പാപികളായ. കർത്താവിന്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 2:23 നോക്കിക്കേ. നസറായനായ യേശുവിനെ ദൈവം തന്നെ സ്ഥിരനിർണയത്താലും മുന്നറിയിലാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. അവിടുത്തെ പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു വാക്യം കൂടെ, മത്തായി 26:45 വായിച്ച്. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളും, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. കണ്ടോ? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ. നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ വിശദീകരിക്കുവാൻ കഴിയാത്ത നിലയിൽ അവൻ പരിശുദ്ധനാകിയാൽ അവന് മാത്രമുള്ള നാം പാപത്തിൽ ജനിച്ചവൻ, ഇല്ലേ? 1-ാം ദിവസം മുതൽ നമുക്ക് പാപമുണ്ട്. പാപമില്ലാത്ത ഒരു ദിവസം നമുക്കില്ല. അവനോ പാപം അറിയാത്തവനാണ്. അവൻ്റെ ആ പ്രയാസം നമുക്ക് മനസ്സിലാവില്ല. അല്ലെ, ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, നമ്മുടെ ഒരു സഹോദരി അല്ലെ ഭാര്യ അല്ലെ മകൾ അല്ലെ പെങ്ങൾ ബസ്സേ പോയി, ഒരാൾ അരുതാത്ത വിധത്തിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് സ്പർശിച്ചു. പെങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് പറയാം, അച്ചാച്ചാ എന്നെ ഇന്ന് ഒരാൾ തെറ്റായ രീതിയിൽ സ്പർശിച്ചു. അപ്പം നമ്മൾ ചോദിക്കുക, എന്ന് വെച്ചാൽ അർത്ഥം എന്നാ? ഒരാൾ നിന്നെ തൊട്ടു. അപ്പം എന്നാ പറ്റിയെന്നാ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നാ പറ്റിയെന്ന്? ഇല്ലേ? നമുക്കത് മനസ്സിലാവും, വേറെ കാര്യം. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അന്യപുരുഷനാൽ അറിഞ്ഞുകൊണ്ട് തൊടുക, അതെങ്ങനെയായിരുന്നാലും അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതൊരു പേഴ്സണൽ സ്പേസിനെ വയലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ പരിശുദ്ധനാണ്. പരിശുദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഐ ആം സെപ്പറേറ്റ്, ഞാൻ വേർപെട്ടവനാണ്, ഞാൻ വേറെയാണ്, എന്നോട് ആരും എന്നെ പോലെ ആരുമില്ല, ഞാൻ എല്ലാവരെക്കാട്ടിലും ഉയർന്ന നിലയിലുള്ളവരാണ്, ആരും എന്നെപ്പോലെ ഇല്ലായകയാൽ എന്നെപ്പോലെ അല്ലാത്തൊരു വ്യക്തി എന്നെ സ്പർശിക്കാൻ പാടില്ല, എൻ്റെ അടുക്കൽ വരാൻ പാടില്ല, എന്നെ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്നെ കണ്ടാൽ ആരും ജീവിച്ചിരിക്കുകയില്ല. നമ്മളത് മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ പ്രശ്നം. അതേപോലെയുള്ള പ്രശ്നം രാജാക്കന്മാർക്കുണ്ട്.
ദാവീദിനോട് ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നീ പാപം ചെയ്തു. എന്തുവായിരുന്നു പാപം എന്നറിയാമോ? ജനത്തിനെ എണ്ണി. അപ്പോൾ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ദൈവം നിനക്ക് 3 ഓപ്ഷൻ തരുന്നു. ഒന്നെങ്കിൽ ക്ഷാമം, 3-3.5 വർഷം ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രു നിന്നെ ഓടിക്കും, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബാധ ഉണ്ടാകും. ഇതിലേത് വേണമെന്ന് ചോദിച്ചു. ഏത് പ്രവാചകനാണ് ചോദിച്ചത്? അതാ ഞാൻ പ്രതീക്ഷിച്ചത്. ആ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഏത് പ്രവാചകനാണ്? ഗാദ് പ്രവാചകനാണ് അത് ചോദിച്ചത്. നാഥാൻ പ്രവാചകനാണ് ദാവീദ് വ്യഭിചാരം ചെയ്തപ്പം പോയി ചോദിച്ചത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ഞാനത് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ ദാവീദ് പറയുക, എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴാൻ പാടില്ല, ദൈവത്തിൻ്റെ കയ്യിൽ വീഴട്ടെ. എബ്രായ ലേഖനകാരൻ പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം പറഞ്ഞാട്ടെ, യേശുക്രിസ്തു എന്ന ദൈവം മനുഷ്യൻ്റെ കയ്യിൽ വീണതോ അതോ മനുഷ്യരായ നാം ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നോ? ഏതാ ഭയങ്കരം? ദൈവം മനുഷ്യൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം കുറവാണോ? അല്ല, ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം തന്നെ. പക്ഷെ ഇതാ ദൈവം മനുഷ്യന്റെ കയ്യിൽ വീണു, ഭയങ്കരത്വത്തിന് വല്ല കുറവുണ്ടായിരുന്നോ? ഇതാ ദൈവം പറയുകയാണ്, ഞാൻ പാപികളുടെ കയ്യിൽ വീഴാൻ പോകുന്നു. അപ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദാവീദ് പറയാണ്, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ വീഴട്ടെ, മനുഷ്യന്റെ കയ്യിൽ വീഴരുത്. ഞാൻ പലപ്പോഴും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. വേറൊരു അർത്ഥത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന. അർത്ഥം ഇങ്ങനെയാണ്: ഡോക്ടർമാരുടെ കയ്യിൽ, ക്ഷമിക്കണം, ഇവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ടെന്നറിയാം. ഞാൻ ഉദ്ദേശിച്ചത്, പലപ്പോഴും അന്യായമായ നിലയിൽ അവർ നമ്മളെ എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ലോകത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ പറയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ കയ്യിൽ വീഴരുത്. മനുഷ്യന്റെ കയ്യിൽ അഡ്വക്കേറ്റ്സ് ഇവിടെ ഉണ്ടെങ്കിൽ, വക്കീലുകാരുടെ കയ്യിൽ വീണാൽ പോക്കല്ലേ. അപ്പോൾ പോലീസുകാരുടെ കയ്യിൽ വീണാലോ, ഇനി അതല്ല സുവിശേഷ വിരോധികളുടെ കയ്യിൽ വീണാലോ, അയൽവക്കക്കാരുടെ കയ്യിൽ വീണാലോ, ആ മനുഷ്യൻ ക്രൂരനാണ്, ഇല്ലേ? എന്നാൽ ദൈവം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്, ദൈവത്തിന് അതിനേക്കാട്ടിലും വലിയ പ്രശ്നം പാപിയായ മനുഷ്യൻ. ഇനി അതേപോലെ തന്നെ യഹൂദനൊരു പ്രശ്നമുണ്ട്. യഹൂദിൻ്റെ പ്രശ്നം ഞാൻ ഒന്ന് കാണിക്കാം. ശൗല് യഹൂദൻ്റെ ആ പ്രശ്നത്തിനെ ഒന്ന് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകതയാണല്ലോ, അവർ പരിച്ഛേദന ഏറ്റവരാണ്, ഇല്ലേ? അപ്പോൾ പരിച്ഛേദന ഏൽക്കാത്തവരെ എന്തോ പറയുന്നത്? അഗ്രചർമ്മികൾ, ഇല്ലേ? അപ്പോൾ ശൗലിൻ്റെ ആ പ്രശ്നം ഒന്ന് നമുക്ക് നോക്കാം. 1 ശമൂവേൽ 31:4 ഒന്ന് വായിച്ചാൽ. 1 ശമൂവേൽ 31:4. ശൗൽ തന്റെ ആയുധവാഹകരോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ. ആര് വന്നിട്ട് അപമാനിക്കാതിരിക്കാനാ? അഗ്രചർമ്മികൾ. മരിക്കാൻ പോവാ. മരിക്കുന്നതിന് ശൗലിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ശൗലിൻ്റെ ബുദ്ധിമുട്ട് എന്തുവാ? അഗ്രചർമ്മികൾ എന്നെ കൊല്ലാൻ പാടില്ല, അതുകൊണ്ട് നീ എന്നെ കൊല്ലണം. ദാവീദിന്റെ പ്രശ്നം മനുഷ്യന്റെ കൈ വീഴരുതെന്ന. ശൗലിന് മനസ്സിലായി, എന്തായാലും ഞാൻ വീഴാൻ പോവുക, എന്നാ പിന്നെ പരിച്ഛേദന ഏറ്റവന്റെ കയ്യിൽ വീഴട്ടെ. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ അത് സമ്മതിച്ചില്ല, ഇല്ലേ? അദ്ദേഹം ആയുധവാഹകനായിരുന്നു, അദ്ദേഹം അത് സമ്മതിച്ചില്ല. അപ്പൊ ശൗൽ എന്ത് ചെയ്യുന്നു? വാളിന്മേലാണോ താൻ മരിക്കാൻ ശ്രമിച്ചത്, അതോ കുന്തത്തിന്മേലാണോ? വാളാണോ? അല്ല, സംശയം മാറ്റാൻ വേണ്ടിയാ. വാളാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ശമൂവേൽ 1:8 വായിച്ച്. ഇതാ നീയാരെന്ന് അവനെന്നോട് ചോദിച്ചതിന് ഞാനൊരു അമാലേക്യൻ എന്ന് ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് അവനോട് ചോദിച്ചതിന് ഞാനൊരു അമാലേക്യൻ എന്ന് പറഞ്ഞു. അവനെന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം, എന്റെ ജീവൻ മുഴുവൻ എന്നെ ഇരിക്കെ കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു. 6-ാം വാക്യം ഒന്ന് വായിച്ച്. ഞാൻ എതിർച്ചയ ഗിൽബോവ പർവ്വതത്തിൽ ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ കുന്തത്തിന്മേലാണോ മരിച്ചത്, അതോ വാളിന്മേലാണോ?
രണ്ടും ഉണ്ടോ? ഇപ്പോൾ ഡബിൾ ഇമ്പാക്റ്റ് ആയില്ലേ? ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആദ്യം വായിപ്പിച്ച വാക്യം 1 ശമൂവേൽ 31:4 ഞാൻ വായിപ്പിച്ചേ. അവിടെ പറയുന്നുണ്ട് താൻ വാളിന്മേൽ വീണു എന്ന് പറയുന്നുണ്ട്. എന്നാൽ വാളിന്മേൽ വീണ ശൗൽ മരിച്ചില്ല, തൻ്റെ ജീവൻ പോയില്ല. അപ്പോൾ താൻ നിന്നത് ഈ എന്താ പറയുന്നത്, ശൂലത്തിന്മേൽ ചാരിക്കൊണ്ട. ശൂലകത്ത് കയറിയതല്ല, പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ശൂലത്തിൻ്റെ ബലത്തിൽ താൻ നിൽക്കുക, പക്ഷെ വാളകത്ത് ഉണ്ട്. അപ്പൊ ശൂലം കൊണ്ടല്ല മരിച്ചത്, വാളുകൊണ്ട് തന്നെയാണ് മരിച്ചത്. 2 വാക്യവും മനസ്സിലായല്ലോ. 1 ശമൂവേൽ 31:4 2 ശമൂവേൽ 1:8 അത് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വാളകത്തിരിക്കുമ്പോഴും ശൗല് ചോദിക്കുന്നതറിയോ? നീ ആരാ? അല്ല, അഗ്രചർമ്മിയാണോ? ഭരിച്ചു. ഞാൻ അമാലേക്കനാ. ഓ, അമാലേക്കനെങ്കിൽ അമാലേക്കൻ, നീ എന്നെ ഇനി അങ്ങ് കൊല്ല്. കാരണം ഇനിയിപ്പോൾ ഞാൻ എവിടുന്നാ ഇനി ഒരു പരിചോദനക്കാരനെ കൊണ്ടുവരുന്നത്? അത് മനസ്സിലാകുന്നുണ്ടോ? അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം നമുക്ക് ഈ യഹൂദൻ്റെ മനസ്സറിയില്ല. യഹൂദൻ്റെ മനസ്സ് മസ്ദ എന്ന് പറയുന്ന ഒരു വലിയ കോട്ട, ഹെരോദാവിൻ്റെ ഒരു കോട്ട ഒരിടത്ത്, ആ വാക്ക് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയ്ക്കകത്ത് ഏതാണ്ട് 600-700 യഹൂദന്മാർ ഒളിച്ചു പാർത്തിരുന്നു. റോമാക്കാർ അവരെ അറ്റാക്ക് ചെയ്യാൻ 2-3 വർഷം ശ്രമിച്ചിട്ട് സാധിച്ചില്ല. കാരണം അത്ര ഉയരത്തിലായിരുന്നു ഹെരോദാവിൻ്റെ ഈ കോട്ട. അവസാനം ഇവരെങ്ങനെയൊക്കെയോ തീ കത്തിച്ച് അകത്ത് കയറിയപ്പോൾ ഈ റോമാക്കാരാൽ കൊല്ലപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി അവരുടെ സ്വന്തം ഭാര്യയും മക്കളെയും അവരെല്ലാവരും കൂടെ കൊന്നിട്ട് ഏറ്റവും ധൈര്യമുള്ള വ്യക്തി അവസാനം 10-12 ആണുങ്ങളെ അവരെ കൊന്നു. എന്നിട്ട് അവസാനം അയാളെയും കൂടെ കൊന്നു. എന്നാൽ അതിനകത്ത് ഒരു സ്ത്രീ മാത്രം പാത്ത് രക്ഷപ്പെട്ടു എന്നാണ് ആ സംഭവം പറയുന്നത്. നിങ്ങൾക്കത് നെറ്റിലൊക്കെ വായിക്കാനായിട്ട് കിട്ടും. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, യഹൂദൻ്റെ വിഷമം നമ്മൾ കണ്ടു, രാജാവിൻ്റെ വിഷമം നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ വിഷമം നമ്മൾ കണ്ടു. ഇനി യേശുക്രിസ്തുവിനെ നോക്കുകയും, അവൻ ദൈവമാണ്, അവൻ രാജാവാണ്, അവൻ യഹൂദനുമാണ്. പാപികളുടെ കയ്യിൽ ആ പാനപാത്രം നീക്കണമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് വ്യക്തമായി പുത്രനോട് പറഞ്ഞു, ഇല്ല, അതല്ല എൻ്റെ ഹിതം. എൻ്റെ ഹിതം നീ ആ പാനപാത്രം കുടിക്കണമെന്നാണ്. അപ്പോൾ അത് ആവശ്യമുള്ളതല്ലായിരുന്നു, പക്ഷെങ്കിൽ അത് യുക്തമായിരുന്നു, അത് ഫിറ്റിംഗ് ആയിരുന്നു, അത് വേണം, അത് അങ്ങനെ വേണമെന്ന് ദൈവത്തിന് തോന്നി. അല്ലെങ്കിൽ ഇറ്റ് പ്ലീസ്ഡ് ദ ഫാദർ ടു ബ്രൂയിസ് ദ സൺ. ക്രൂശിൽ കൊല്ലുവാൻ തനിക്ക് പ്രസാദമായി എന്നല്ല, പിന്നെന്തുവാ, തകർക്കാൻ പ്രസാദമായി. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്, തകർക്കാൻ പ്രസാദമായി. ഇനി ഒരു വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. എബ്രായർ 2:10. സകലത്തിനുണ്ടാക്കും സകലത്തിനും കാരണബോധനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ആവശ്യമായിരുന്നു എന്നല്ല, പിന്നെന്തുവാ, യുക്തമായിരുന്നു. അത് ഫിറ്റിംഗ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഫോർ ഇറ്റ് വാസ് ഫിറ്റിംഗ് ഫോർ ഹിം for whom are all things and by whom are all things, in bringing many sons to glory, to make the captain of their salvation perfect through suffering. നമ്മുടെ രക്ഷാനായകൻ, സ്തോത്രം, നമ്മുടെ രക്ഷാനായകൻ കഷ്ടതയിൽ സമ്പൂർണ്ണനാകണമെന്നതിൻ്റെ ആവശ്യമെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രക്ഷാനായകൻ എങ്ങനെങ്കിലും നമ്മെ രക്ഷിച്ചവൻ അല്ല, പിന്നെന്താ, മുഴുവൻ കഷ്ടതയും അനുഭവിച്ച് നമ്മളെ രക്ഷിച്ചവനാ. ഇവന്റെ മറവിൽ ഞാൻ നിന്നാൽ ഇവൻ മാറിപ്പോകും. രക്ഷാനായകന്റെ ഉറപ്പ് എനിക്ക് കിട്ടുന്നത് അവൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാകുമ്പോഴാണ്. അവനാ എന്നെ രക്ഷിക്കാൻ തുനിഞ്ഞത്, അവൻ അതിനെ തീർക്കും. ഹി ഈസ് ദ ഫിനിഷർ, ഹി ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ. എൻ്റെ രക്ഷാ പദ്ധതിയെ പൂർത്തീകരിക്കും. ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ച് പോകുന്നവനല്ല. ഗതിഭേദത്താൽ ആച്ഛാദനമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇതാ മനസ്സിലാക്കേണ്ടത്, ആ കർത്താവിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്.
ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ്റെ ചിറകിൻ്റെ മറവിലാണ് നാം വസിക്കുന്നത്. അതിൽ നമുക്കുണ്ടാകുന്ന ഒരു തൃപ്തി, അതിൽ നമുക്കുണ്ടാകുന്ന ഒരു ബോധ്യം, ശത്രു ദുഷ്ടൻ നമ്മെ തൊടുന്നതുമില്ല. The wicked cannot even touch us. നമ്മൾ പലവട്ടം വീണിട്ടുണ്ട്, പലവട്ടം പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക നോക്കുമ്പോൾ, നാം സ്വർഗത്തിലെത്തുമ്പോൾ, നാം നിത്യതയിൽ ചേരുമ്പോൾ, അതിൻ്റെ ആകത്തുകയിൽ പറയാൻ പറ്റും, പിശാചിന് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ലല്ലോ. അതെ, പുത്രന്റെ കുതികാൽ തകർത്തവന് പുത്രൻ രക്ഷിച്ച കുഞ്ഞുങ്ങളെ തൊടാൻ പോലും പറ്റത്തില്ലെന്ന് ദൈവവചനം പറയുമ്പോൾ അതിനെ ഈ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ രക്ഷാനായകൻ എത്ര യോഗ്യനാണ്. അവനെ കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ അത് മതി, ബാക്കി മുഴുവനും അവൻ ചെയ്യും. ആ കള്ളൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. അത് മതി, ഒന്ന് തലയാട്ടിയാൽ മതി. ഊമനാക്കി പറഞ്ഞ വാക്കുകളെല്ലാം പറയാൻ പറ്റുമോ? നീ മരിച്ചു നിന്ന് ഉയർത്തെഴുന്നേറ്റു, ഞാൻ ഭാവിയാണ്, നീ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഊമനെല്ലാം പറയാൻ പറ്റുമോ? ഊമൻ തലയാട്ടത്തേ ഉള്ളൂ അല്ലേ? അത്രയും മതി നീ രക്ഷിക്കപ്പെടാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ കർത്താവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും, സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇതുവരെയും സാധിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. സങ്കീർത്തനം, ഞാൻ ഈ ഗത്സമന തോട്ടത്തിൻ്റെ ഒരു ഫുൾ പിക്ചർ സങ്കീർത്തനം 91 മുഖാന്തരം ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ മലയാളത്തിൽ വായിച്ചോളാം. സങ്കീർത്തനം 91. ഗത്സമന തോട്ടം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് വായിക്കാൻ. അത്യുന്നതന്റെ മറവിൽ, സ്തോത്രം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ശിഷ്യന്മാരുടെ അനുഭവമാണ് ഇല്ലേ? പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നും പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവിടെ ഉണ്ടായിരുന്ന സകല പിശാചുക്കളിൽ നിന്നും സകല അശുദ്ധാത്മാക്കളിൽ നിന്നും ഇല്ലേ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ തന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലികയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇനിയും ഗത്സമന തോട്ടത്തിൽ നടന്ന സംഭവമാണ്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണിമേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ആ 5 രാജാക്കന്മാരെ ചവിട്ടാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, 10 മിനിറ്റ് കൂടുതലെടുത്തു, ക്ഷമിക്കണം. ഈ കർത്താവിനെ നമുക്ക് ആസ്വദിക്കാം, അവനെ നമുക്ക് സ്തുതിക്കാം, അവനിൽ സന്തോഷിക്കാം. ശത്രു ദുഷ്ടൻ നമ്മളെ തൊടുക പോലുമില്ല എന്ന ഉറപ്പോടുകൂടെ ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കാം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ മാത്രമല്ല, പ്രലോഭനം ഇല്ലാത്തവനായി ജീവിക്കാനും കൂടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം അനുവാദം തന്നിരിക്കാൻ ഈ വൻ വിജയത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വൻ വിജയത്തിൻ്റെ പങ്കുകാരായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ അവസരം തന്ന സഭയോടുള്ള നന്ദി ഒരു പ്രാവശ്യം അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.